ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാം ഉണ്ട് വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നോ? അപ്പോൾ ഇന്നും ഞാൻ പിന്നെ ഒരു പേപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാനാണല്ലേ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. ഇപ്പം ഈ പേപ്പറിൽ ഞാൻ 9 സ്ക്വയേഴ്സ് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആ സ്ക്വയറിൻ്റെ സൈഡ് ഞാൻ എടുത്തേക്കുന്നത് 6 സെൻറ്റിമീറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ 9 സ്ക്വയേഴ്സ് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളൊരു സിസർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ബാക്കി റിമൈനിങ് പോർഷൻസ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ബോക്സാണ്. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഈ പോർഷനും ആ 2 പോർഷൻ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ 2 സ്ക്വയേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത്രയും കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന സ്ക്വയറിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്ലൂ തേക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മളിനി ഷോപ്പിൽ പോയി ഗിഫ്റ്റ് ബോക്സ് വാങ്ങിക്കാതെ നമുക്ക് തന്നെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. ഇതുപോലെ ഈ ഞാൻ 2 സ്ക്വയർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന സ്ക്വയേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ആ സൈഡ് ക്ലോസ് ചെയ്ത് എടുക്കാം. ഇതുപോലെ അത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ നമ്മൾ അടുത്ത 2 സ്ക്വയേഴ്സും കൂടെ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവിടെ തയ്യാറായി വരുന്നു. അപ്പോൾ ഇതുപോലുള്ള പല ആർട്ട് ആൻഡ് ക്രാഫ്റ്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാവരും കയറി നോക്കണം. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരടപ്പും കൂടെ നമുക്കിതിന് തയ്യാറാക്കണം. അതിനായിട്ട് ഇതിപ്പോൾ ഞാൻ 6 സെൻറ്റിമീറ്ററാണ് വലിയ സ്ക്വയറിന് എടുത്തിരിക്കുന്നത്. കോർണറിലുള്ള സ്ക്വയർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. 4 സൈഡ്സിലും 1 സെൻറ്റിമീറ്റർ വെച്ച് ഓരോ കുഞ്ഞു സ്ക്വയറും ഉണ്ട്. ഓക്കെ, അപ്പം അത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അത് ഗ്ലൂ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, അതും ഇതുപോലെ തന്നെ 4 സൈഡ്സും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ആ 4 സ്ക്വയേഴ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 4 കോർണറിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്ലൂ തേച്ചിട്ട് അതെന്ത് ചെയ്യുക, ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈസി ആയിട്ടത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ പേപ്പർ ഫിഷ്, പേപ്പർ ഫ്ലവർ, പിന്നെ ബനാന പേപ്പർ കോസ്റ്റ്യൂം, അങ്ങനെ ഒത്തിരി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കണം. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഗ്ലൂ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഒന്ന് മടക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് ബോക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇനി ആ സൈഡിൽ നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ 2 സൈഡ് അതിൻ്റെ കോർണറെല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അടപ്പ് തയ്യാറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ബോക്സിനെ ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് തയ്യാറായി. നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഒരു റിബൺ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ എന്താണോ ഗിഫ്റ്റ് ഇടുന്നത്, അപ്പം തൽക്കാലം ഞാനിപ്പോൾ ഒരു കൂട്ടെക്സാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ റിബൺ ഒന്ന് കെട്ടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ആ ഗിഫ്റ്റ് അതിനകത്ത് ഇരിക്കുന്നുണ്ട് കണ്ടോ. നമുക്കിനി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ആ റിബൺ വെച്ച് നമുക്കിതാണ്ട് ഇതുപോലെ കെട്ടി വെക്കാം. ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ പരിപാടി. അപ്പോൾ പെർഫെക്റ്റായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.